പിണറായി വിജയൻ്റെ കൂടെ തന്നെയാണ് ചെറുതിൽ 15 വയസ്സ് മുതൽ. പിണറായി വിജയന് നമ്മളെ സ്വന്തം ബന്ധുവാണ്. അവര് അടുത്ത ബന്ധമാണ്. പിണറായിൻ്റെ എല്ലാ രഹസ്യ വിവരവും ബാബുവിനറിയാം. അവിടുന്ന് കമ്പനി എന്ന് പറയും ഓനെ കൊല്ലും, എന്തായാലും കൊല്ലും, പിടിച്ച് കെട്ടിയിട്ടിട്ടെങ്ങും കൊല്ലുമെന്ന്. ഇവൻ്റെ പേരിൽ ഇല്ലാത്ത കേസ് വരെ ഇവരെ പേരിലുണ്ട്. നാട്ടിലില്ലാത്ത സമയത്തുള്ള കേസ് വരെ പ്രനൂപിൻ്റെ പേരിലുണ്ട്. 2 പ്രാവശ്യം കാപ്പയിൽ കടത്തി. ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയല്ലേ നമുക്കുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞാന്ന് തികച്ച് വീട് തേച്ചു അടിച്ച് പൊളിച്ചെല്ലാം നുറുക്കിയിട്ട് വന്നതിന് വാതിലും ജനലും ഒരു സാധനം ബാക്കിയില്ലേനൂടെ. പിണറായിൻ്റെ രഹസ്യം മൊത്തം എനിക്കറിയുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് പുറത്തായി പോകുന്നുള്ള ഭരണ പേടിയാന്ന്. അതുകൊണ്ടാണ് അന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത്. അതെപ്പായാലും ഇനി ഓർമ്മിച്ച് വെച്ചോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്താലേ നമുക്കും എന്തെങ്കിലും കിട്ടുക. നമുക്കൊരു വയ്യൂല ഗതിയൂല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നമ്മളുള്ളത്. പിണറായി വിജയൻ്റെ തന്നെയാണ് എല്ലാ കളിയും വേറെ ആരുതും അല്ല. അദ്ദേഹത്തോട് പറയാനില്ല എൻ്റെ മുന്നിൽ ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് വേറൊന്നും എനിക്ക് പറയാനില്ല. കണ്ണൂരിന്റെ രാഷ്ട്രീയ കൊലപാതക ചരിത്രത്തിന് 5 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. ചോരമണക്കുന്ന ചരിത്രത്തിന്റെ ഒരേട് പോലും തിരുത്തി എഴുതാൻ മാറി മാറി ഭരിച്ച സർക്കാരുകൾക്ക് ആയിട്ടില്ല. സമാധാന യോഗങ്ങളിലെ ധാരണകളെല്ലാം വെറും പ്രഹസനങ്ങളായി ഒതുങ്ങിയപ്പോൾ അനാഥമായി പോയ കുടുംബങ്ങൾ നിരവധിയാണ്. ഉറ്റവരെ, പ്രാണന്റെ പാതിയായവരെ, രാഷ്ട്രീയ കലിമൂത്ത് കൊന്നു തള്ളുന്നതിന് സാക്ഷിയാകേണ്ടി വന്ന അമ്മമാരുടെയും ഭാര്യമാരുടെയും പെങ്ങന്മാരുടെയും കണ്ണീരുണങ്ങാത്ത നാടാണ് കണ്ണൂർ. ചോരമണക്കുന്ന ഇടവഴികളുടെ നാട്. 1969 ഏപ്രിൽ 28 വാടിക്കൽ രാമകൃഷ്ണന്റെ തലച്ചോർ പിളർന്ന് തുടക്കം കുറിച്ച കണ്ണൂരിന്റെ രാഷ്ട്രീയ കൊലപാതക ചരിത്രത്തിലേക്ക് പിന്നീട് ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏതാണ്ട് 300-നടുത്ത് മനുഷ്യന്മാരാണ്. ഇതിൽ ആദ്യ കൊലപാതകമായ വാടിക്കൽ രാമകൃഷ്ണന്റെ കേസിൽ 1-ാം പ്രതിയായ പിണറായി വിജയനെതിരെ സാക്ഷി പറയാൻ പോലും ഭയക്കുന്ന തരത്തിൽ അന്നേ കണ്ണൂരിലെ ജനത അടിമകളാക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. കേട്ടറിഞ്ഞ കണ്ണൂരിന്റെ, കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സ്വന്തം നാടായ പിണറായിയുടെ നാട്ടുവഴികളിലൂടെ ക്രൈം നടത്തിയ യാത്രയിൽ കേട്ടതും കണ്ടും അനുഭവിച്ചും അറിഞ്ഞതും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കഥകളാണ്. പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യന്റെ വീടിന് മുന്നിലൂടെ തന്നെയാണ് ഞങ്ങൾ കണ്ണൂരിന്റെ ചാവ് മണക്കുന്ന ഇടവഴികളിലേക്ക് ഇറങ്ങിച്ചെന്നത്. ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കേണ്ട പോലീസ് വെറും രാജഭടന്മാരെ പോലെ കാവൽ നിൽക്കുന്ന പിണറായിയിലെ വിജയന്റെ ആഡംബര സൗധത്തിന് മുന്നിലൂടെ ഞങ്ങളുടെ വാഹനം മുന്നോട്ട് പോയി. ഞങ്ങൾ അപ്പോഴൊക്കെ അനുഭവിച്ചറിയുകയായിരുന്നു ഇത്തരമൊരു നികൃഷ്ട ജീവിയുടെ ഭരണത്തിന് കീഴിൽ പ്രതികരണശേഷിയില്ലാത്തവരായി ജീവിക്കേണ്ടി വരുന്ന കേരള ജനതയുടെ ഗതികേട്. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ കയറി ചെന്ന വീടുകളിലത്രയും ഞങ്ങളെ കാത്തിരുന്ന അമ്മമാരുടെ കണ്ണിലെ പേടിയും കണ്ണീരും അടക്കിപ്പിടിച്ച തേങ്ങലുകളും ഞങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരികയായിരുന്നു. കറുപ്പിനെ പിടിക്കുന്ന പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യന്റെ ചോരച്ചുവപ്പിനോടുള്ള അടങ്ങാത്ത പ്രണയം. മഞ്ഞമുണ്ടും നീല ഷർട്ടുമിട്ട് വാടിക്കൽ രാമകൃഷ്ണന്റെ തലച്ചോറ് പിളർന്ന ക്രൂരതയും നിസാര പിണക്കങ്ങളുടെ പേരിൽ സന്തത സഹചാരിയായിരുന്ന വെണ്ടുട്ടായി ബാബുവിനെ വെട്ടിനുറുക്കിയ പൈശാചികതയുമെല്ലാം പിണറായി വിജയൻ എന്ന നരഭോജിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമായിരുന്നു. ഇഷ്ടമില്ലാത്തതിനെയൊക്കെയും കൊന്നു തള്ളുന്ന പതിവിലേക്ക് പിണറായി വിജയൻ തന്റെ കത്തി രാഗി മിനുക്കിക്കൊണ്ടേയിരുന്നു. ആദ്യം ഞങ്ങൾ എത്തിയത് പിണറായി വിജയന്റെ സന്തത സഹചാരിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനും അംഗരക്ഷകനുമൊക്കെ ആയിരുന്ന വെണ്ടുട്ടായി ബാബുവിന്റെ വീട്ടിലേക്കാണ്. KPCC പ്രസിഡന്റ് K സുധാകരന്റെ പല പ്രസംഗങ്ങളിലൂടെയും പരിചിതമായ ഒരു പേരാണ് വെണ്ടുട്ടായി ബാബുവിൻ്റെത്. വിജയനുമായി തെറ്റിപ്പിരിഞ്ഞതോടെ ഒപ്പം നടന്ന കാലത്തെ പിണറായി വിജയൻ എന്ന ഗുണ്ടാ തലവൻ കൊന്നതിന്റെയും കൊന്നു തിന്നതിന്റെയും എല്ലാം രഹസ്യങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി മാത്രം കയ്യറപ്പില്ലാതെ വെട്ടിനുറുക്കിയ ബാബുവിന്റെ പേര് മാധ്യമങ്ങൾക്ക് മുന്നിൽ സുധാകരൻ പലകുറി വിളിച്ചു പറഞ്ഞു. ആ ബാബുവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വിധവ ഇന്നും കണ്ണീരൊഴിയാതെ കഴിയുന്നുണ്ട്. അച്ഛനെ കൊന്നിട്ടും പക തീരാതെ ബാബുവിന്റെ ആൺമക്കളെയും വേട്ടയാടുകയാണ് ഇന്ന് പിണറായി വിജയൻ. മൂത്ത മകനും പാർട്ടിയുടെ കൊലക്കത്തിക്ക് ഇരയായി എങ്കിലും ശേഷിച്ച അല്പം ജീവനുമായി അവൻ ജീവിതത്തിലേക്ക് തിരികെ എത്തി. മക്കളുടെ ജീവന് വേണ്ടി പിണറായി വിജയന്റെ മുന്നിൽ പോയി കരഞ്ഞു കൈനീട്ടിയ ആ അമ്മയെ ആട്ടിപ്പായിച്ചുകൊണ്ട് അയാൾ പറഞ്ഞത് അവരൊക്കെ പാർട്ടിയുടെ ബുക്കിൽ കയറിപ്പോയി എന്നാണ്.
മക്കളുടെ അച്ഛനെ വെട്ടിനുറുക്കിയിട്ടും പകയൊടുങ്ങാതെ മക്കളുടെ ജീവന് പിന്നാലെയും കഴുകനെ പോലെ ചുറ്റിപ്പറക്കുന്ന സാക്ഷാൽ മുഖ്യമന്ത്രിയോട് ആ അമ്മയ്ക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അമ്മ പറയൂ, എത്ര വർഷമായി ഇപ്പൊ? 1990 ജനുവരി 5-നാണ് കൊന്നത്. ഓക്കെ, അതിനു മുമ്പ് വരെ പിണറായി വിജയന്റെ കൂടെ തന്നെയാണ്. ചെറുതിൽ 15 വയസ്സ് മുതൽ പിണറായി വിജയന്റെ കൂടെയാണ്. അതെ അല്ലേ. അമ്മയെ കല്യാണം കഴിക്കുമ്പോഴൊക്കെ ഇവര് തമ്മിൽ അത്ര അടുത്ത ബന്ധമാണ്. പിണറായി വിജയന് നമ്മളെ സ്വന്തം ബന്ധുവാണ്. എൻ്റെ അച്ഛൻ്റെ അനിയനായിട്ട് വരും പിണറായി വിജയൻ. ഓക്കെ, അപ്പോൾ അമ്മ ഇവിടെ കല്യാണം കഴിച്ച് വരുമ്പോഴൊക്കെ ഇവിടെ ബാബുവിന്റെ ഏറ്റവും അടുത്ത ബാബുവിന്റെ വീടല്ല ഇത്, നമ്മൾ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ വീടാ ഇത്. ഓക്കെ ഓക്കെ. അപ്പോൾ പിണറായിയും ബാബുവും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു നമുക്കൊന്ന് പറയാമോ? അവര് അടുത്ത ബന്ധമാണ്. പിണറായിൻ്റെ എല്ലാ രഹസ്യ വിവരവും ബാബുവിനറിയാം. അതുകൊണ്ട് പിന്നെ ഈ കൂട്ടർ സ്വന്തം ഓരോരോ സ്ഥലത്ത് പണിക്ക് പോകുന്നതുകൊണ്ട് പിന്നെ പല ആളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ പാർട്ടി മാറിയോ എന്തോ എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. ആദ്യം അങ്ങനെ അവരുമായിട്ട് ബന്ധമുള്ള കൂട്ടർ ബാക്കി പാർട്ടിക്കാരോടൊന്നും ബന്ധപ്പെടാൻ പാടില്ല. അതാണ് അവര് പിണറായി വിജയനായിട്ട് ബന്ധമുള്ളവർ. അവര് പാർട്ടിക്കാരുമായിട്ട് അങ്ങനെ അടുത്ത് ബന്ധപ്പെടാൻ പാടില്ല. അതാണ് അവരെ സിദ്ധാന്തം. പിന്നെ അങ്ങനെ ചുരുക്കി പറയാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പിന്നെ പക്ഷെ ബാബുവിന് എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്. പല സ്ഥലത്തും പണിക്ക് പോകുന്ന സ്ഥലത്തുനിന്നും പലതും ഇവര് ദ്രോഹിച്ച് നോക്കി പണിയെടുക്കുന്നിടക്കേന്ന് ആളെ മാറ്റിക്കൊണ്ടുവന്നിട്ട് നിർത്തി അങ്ങനെയെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാക്കി. ഇവര് പിന്നെ എല്ലാവരും ഞാൻ ബീഡി കമ്പനിയിൽ പോന്നേനു. അവിടുന്ന് കമ്പനി എന്ന് പറയും ഓനെ കൊല്ലും, എന്തായാലും കൊല്ലും, പിടിച്ച് കെട്ടിയിട്ടിട്ടെങ്കും കൊല്ലുമെന്ന്. അങ്ങനെയാണ് വഴക്കിട്ട് കഴിഞ്ഞിട്ടാണോ ഇത്? അല്ല, പിണറായി ആയിട്ട് ഒരു വഴക്കുമില്ല. ഇത് പിന്നെ ഇവര് പാർട്ടി വിരോധം മാത്രം, വേറെ വഴക്കും കാരണമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവർ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ദേഷ്യം. അപ്പോൾ പിന്നെ ഇനി എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ചു കാലം CMBയിലേക്ക് മാറി ലാസ്റ്റിൽ. അപ്പോൾ എന്തായാലും കൊല്ലും എന്നുള്ള ആ കൂട്ടത്തിൽ മാറി കഴിഞ്ഞിട്ടാണ് പിണറായിക്ക് വൈരാഗ്യം വരുന്നത്. അല്ല, അതിലും മുന്നേ വൈരാഗ്യം വന്ന് കുറേ കാലം കഴിഞ്ഞിട്ടാണ് CMBയിലേക്ക് പോകുന്നത്. പിന്നെ CMB പോകാന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്ത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ ഇവരിങ്ങനെ കഴിച്ചു കൂട്ടുന്നുണ്ട്. കമ്പനിയിൽ നിന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. മുന്നിൽ കമ്പനിയിൽ വരുമോ ഞാൻ അവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആടുന്ന് അവർ പറയൂ ഇനി എന്തായാലും ഇവിടെ പിന്നെ എന്തായാലും കാര്യം ഉടുക്കി കെട്ടിയിട്ടെങ്കും കൊല്ലുമെന്ന്. അതേ അവസ്ഥയിൽ തന്നെ അവർ കൊന്നിന്. അതല്ല ഈ വെട്ടുകായിരുന്നു ആളെ. അതെ, എത്രയോ 48 ഉണ്ടെന്നെല്ലാം പറയുന്ന കേട്ടിന്. ഞാൻ അറിയില്ല, ഇങ്ങനെ പറയുന്ന കേട്ടതാണ്. ഇത് വെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നോക്കിയവരെ തടഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ആരാ ശരിക്കും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതും കാര്യങ്ങളും? ആരാ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അന്ന് തന്നെ മരിക്കായിരുന്നു ചെയ്തത്. അപ്പൊ തന്നെ മരിച്ചു, ആസ്പത്രിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തായിരുന്നു? പിണറായി വരുമോ? അദ്ദേഹത്തിന്റെ കൂടെ നടന്നിട്ടുള്ള ഒരു മനുഷ്യനല്ലേ? അപ്പൊ പിന്നെ ശവം കൊണ്ടുവരാനോ രാത്രി പിന്നെ ഒന്നിനും അനുവദിച്ചിട്ടില്ല. ശവം കൊണ്ടുവരാൻ സമ്മതിച്ചിട്ടില്ല. പിണറായില് കാർന്ന് ഇന്നത്തെ പോലെ ലൈറ്റൊന്നും ഇല്ലല്ലോ. മാക്സ് കൊണ്ടുവരണ്ടിട്ട് മാക്സ് കൊണ്ടുവരാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ചൂട്ട കെട്ടിയിട്ട് എന്നെല്ലാം പറഞ്ഞ പോലെയാണ് മറവെല്ലാം കഴിഞ്ഞു പോലും. കോൺഗ്രസ്സുകാരാണെന്ന് സഹായിച്ചത്. ശവം മറവ് ചെയ്യാനായിട്ട് സഹായിച്ചത് കോൺഗ്രസ്. വീട്ടിൽ കയറിയിട്ട് വീട്ടിൽ നിന്ന് ഭയങ്കര ആക്രമണം നടത്തിയിട്ട് അനിയനെയെല്ലാം കൊത്തി എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇവർ ചെയ്യേണ്ടിയിട്ട് വന്നെയാണ്. പക്ഷെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ അനിയനെ കൊത്തി അനിയനെ കൊണ്ടുപോയി അതെല്ലാം കഴിഞ്ഞേരെ പിന്നെ ഇവർ അപ്പോൾ ഒരു ദിവസം കേസ് ഉണ്ടായിട്ട് കേസിന് പോകുമ്പോൾ പിന്നെ കേസിന് പോയതാണ്. കേസിന് പോയി എടുക്കുന്ന മൂത്രം ഒഴിക്കാൻ ഇരുന്നെടുക്കുന്ന പോലും AD നായരാ അവിടുന്ന് കൊത്തി കിടങ്ങും വലിയ പാനും കയറുമ്പോൾ കാല് കൊത്തിന് പോയി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവരെ ഇതെന്നാണെന്ന് പറഞ്ഞാൽ എൻ്റെ ആ മക്കളെ രണ്ടിനെ വളരെയും വിടൂല. ഇവരെന്തായാലും നമ്മൾ വളർത്തൂല, വളരെയും വിടൂല എന്നുള്ള ഒരു സിദ്ധാന്തത്തിലാണ് ഇവരെ പരിപാടി. പിന്നെന്ന് പറഞ്ഞാൽ ഇവൻ കുറച്ച് വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഇങ്ങനെ പ്രേംജിത്തിനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ മക്കളെ ജീവിക്കാൻ വിടൂല എന്ന് തന്നെ ഇവരെ പരിപാടി. അപ്പോൾ ഇവർ വണ്ണം വെക്കുന്നവരെ ഇവർക്ക് വേറെ ഒരിതുമില്ല. അപ്പോൾ ഇവര് എൻ്റെ പ്രേംജിത്ത് ഈ കൂട്ടറൊപ്പരം പോയിന് പോലും RSS കൂടെ പോയി എന്നും പറഞ്ഞിട്ടാണ് പിന്നെയില്ല ഇത് മൂത്താള് പ്രേംജിത്ത്
പിന്നെ അവരെ പോന്ന് കളിക്കുന്നു ചാക്ക് പോയിന് എന്നെല്ലാം പറഞ്ഞ്. പക്ഷേങ്കിൽ ഇവർക്ക് ഇതും പറഞ്ഞിട്ട് വേണം എങ്ങനെയെങ്കിലും കയറിയേ. ഇപ്പം ഇവന് പണിക്ക് പോകുന്നതാണ്. കുട്ടിക്ക് പണിക്ക് പോകാൻ പോകുമ്പോൾ ബരിയക്കുന്ന് ഷർട്ട് പിടിച്ച് വലിച്ചിട്ടു. ഇവിടെ ഒരു പൊന്നാരമ്പാസു എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. ഓ മരിച്ച്. ഓനാന്ന് പിന്നെ എന്നോട് പറഞ്ഞ മൂത്ത് നോക്കിയിട്ട് എന്നോട് തന്നെയാണ് പറഞ്ഞു, എൻ്റെ മക്കളെ വളരാൻ വിടൂല, എന്തായാലും അതിൻ്റെ ഇത് നമ്മൾ ആയിക്കോളൂന്ന്. അതുപോലെ തന്നെയാണ് എൻ്റെ മക്കൾ. ഓൻ്റെ മോനാണ് ഇനി ഇപ്പോൾ ഉള്ള ബാക്കി. പിന്നെ മധു എന്ന് പറയും. അങ്ങനെ പിന്നെ എൻ്റെ ഈ പ്രേംജിത്ത് ഒരു കുറച്ച് വണ്ണം വെച്ചിട്ട് ഒരു പണിയെടുക്കാനില്ലാന്നേ ഉള്ളൂ. 2007 മാർച്ച് 18 ജിത്തുനെ കൊത്തുന്നു. അതിൻ്റെ മുന്നിൽ പിന്നെ ഇങ്ങനെ ഇവനെ ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ എന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ അച്ഛനും അമ്മയും കൂടി പോയി. അത് കുറേ അനിയനുമാണ്, അമ്മേൻ്റെ കാരണോറ മോനുമാണ് പിണറായി വിജയൻ. എടാ പിന്നെ നമ്മളെ മക്കളാന്ന് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് അവരെല്ലാം ബുക്കിലായിപ്പോയി, ഇനിയൊന്നും ചെയ്യാൻ പറ്റൂല വിജയൻ പറഞ്ഞു. ആ പിണറായി വിജയൻ അച്ഛനോട് പറഞ്ഞ്. അച്ഛൻ പറഞ്ഞ് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അച്ഛനപ്പാട് എന്തോ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവനെ കൊത്തുമോ, ഇവനെ കൊത്തിയിട്ട് പിണറായിലിട്ടിട്ട് വൈകുന്നേരം 4 മണിക്ക് കൊത്തിയിട്ട് 7 മണി 8 മണിയായ ഒരാറ്റാന്നാരോ ഓരോരുത്തരും വന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു പോലും കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അപ്പടെ ശരിയാക്കി കളിയൊന്ന്. അങ്ങനെ ഏതോ ഒരാൾ വന്നിട്ട് പറഞ്ഞ് ആ കുഞ്ഞുമോനെ അടക്കെടുക്കുന്നുണ്ട് എന്ന്. അങ്ങനെ പോയിട്ട് ഇവനെ എടുത്ത് തലശ്ശേരി ആസ്പത്രി കൊണ്ടുവന്നപ്പോഴത്തേക്ക് തന്നെ മൊത്തം ചാനലുകാരെല്ലാം ഇവൻ പോയി എന്ന് പറഞ്ഞിട്ട് ചാനലുകാരെല്ലാം അറിഞ്ഞതിന് പോലും. പിന്നെന്ന് പറഞ്ഞാൽ ഇവർ എന്താണെന്ന് പറഞ്ഞാൽ അതിന് ശേഷം ചെറിയ മോനാന്ന് പ്രനൂപ്. ഓൻ്റെ 9 വയസ്സിൻ്റെ ഇളയതാണ്. അച്ഛൻ മരിക്കും 9 വയസ്സ് പ്രേംജിത്തിനും. പിന്നെ ഇളയ മോക്ക് 2 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവന് 59 ദിവസവും 2 വയസ്സാകുന്നേ ഉള്ളൂ. ഇവന് 59 ദിവസം പ്രസവിച്ചിട്ട് ആശുപത്രിയിൽ വന്നിന്. അച്ഛനെ കൊല്ലുമ്പോൾ അച്ഛനെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ആസ്പത്രിയിൽ ഞങ്ങൾക്ക് പ്രസവം കിട്ടിയിട്ട് ഞാൻ പ്രസവം കിടക്കുന്നേരം ഇവർ കുറേ ആൾ ആസ്പത്രിയിൽ വന്ന്. ആസ്പത്രിയിൽ വന്നിട്ട് ആടുന്നെന്തല്ലോ ഇതായിട്ട് അപ്പാട് പിന്നെ അമ്മയോട് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ തിരിച്ച് വന്ന് കുട്ടീനെ കടയിനാന്ന്. ഏതോ സമയത്ത് രാത്രിയിൽ ഒരു ലോറിയിലെങ്ങാറ്റം കയറിയിട്ടാണ് വന്ന് കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ഒരു മാസം വരെ ഇങ്ങനെ ഇതായിട്ട് നിന്ന് അങ്ങനെ നവംബർ 7 ഇവനെ പ്രസവിക്കുന്നു. ജനുവരി 6 അച്ഛനെ കൊല്ലുന്നു. ജനുവരി 5 അങ്ങനെ ഇത്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ പേരിൽ കേസ് വൈക്കലിക്കൂടെ 2 പേരിൽ പല കേസും. ഇന്നേ കേസ് എന്നൊന്നുമില്ല, വെറുതെ എങ്കിലും എന്തെങ്കിലും അടിയാൽ ഇവരുണ്ടാക്കും. അപ്പാട് കേസ് ഇക്കൂടെ തലയിലായിരിക്കും ഉണ്ടാകുക. ഇവൻ്റെ പേരിൽ ഇല്ലാത്ത കേസ് വരെ ഇവരെ പേരിലുണ്ട്. നാട്ടിലില്ലാത്ത സമയത്തുള്ള കേസ് വരെ പ്രനൂപിൻ്റെ പേരിലുണ്ട്. 2 പ്രാവശ്യം കാപ്പയിൽ കടത്തി. 3ാമത്തെ പ്രാവശ്യം ആദ്യമായി ഒരു പണിയെടുത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഓനും പോകുന്നില്ല, ഇവനും പണിയെടുക്കാൻ കഴിയുന്നില്ല. നമ്മളെങ്ങനെ ജീവിക്കാനാന്ന്? ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയല്ലേ നമുക്കുള്ളത്. നമ്മൾ CPM-കാരെങ്കിലും കാണുമോ? അവർ വന്നിട്ട് ഇപ്പം ഭീഷണിയോ കാര്യങ്ങളോ എന്തെങ്കിലും? ഭീഷണിയാ. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞാന്ന് തികച്ചു വീട് തേച്ചു അടിച്ച് പൊളിച്ചെല്ലാം നുറുക്കിയിട്ട് തന്നിന്. വാതിലും ജനലും ഒരു സാധനം ബാക്കിയില്ലേനൂടെ. ഇപ്പോഴും പക ഒടുങ്ങാണ്ട് പിന്നാലെ നടന്നു. അതെ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് എന്നിട്ട് കിടങ്ങ് കെട്ടിയതാണ് ഇവര്. എല്ലാം അടിച്ചു പൊളിച്ചളിഞ്ഞിന്. ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ ഇലക്ട്രിക്കിന്റെ ഇതുവരെ കുത്തിപ്പറിച്ച് കളഞ്ഞിന്. ആള് അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്തൊക്കെ ബാബുവും പിണറായിയും അത്ര അടുത്ത് നല്ല ബന്ധം. പിണറായി വിജയന്റെ പല രഹസ്യങ്ങളും എല്ലാ രഹസ്യങ്ങളും അറിയാം. ആ വീട്ടിലുള്ള ഒരു രഹസ്യം ഒയ്യാണ്ട് ഇയാൾക്ക് അറിയാം. ഈ സാധനങ്ങൾ പുറത്തു പോകുന്നുള്ള പേടിയാണ്. അതാണ് പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട ഒറ്റയൊരു കാരണം. ഈ രഹസ്യം പുറത്ത് ചോർന്നു പോയാലോ എന്നുള്ളത്. അതിനാണ് ബാബുവിനെ കൊന്നത്. അതിന് വേണ്ടിയിട്ടാണ് കൊന്നത്. പക്ഷെ അതുവരെ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്നോട് പറഞ്ഞിന് പിന്നെ ഇങ്ങനെ നമ്മളെ രഹസ്യം പിന്നെ പിണറായിൻ്റെ രഹസ്യം മൊത്തം എനിക്കറിയുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് പുറത്തായി പോകുന്നുള്ള ഭരണ പേടിയാണ്. അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ചെയ്യൂന്ന് പറയുന്നത്. അതെപ്പായാലും ഇനി ഓർമ്മിച്ച് വെച്ചോ എന്ന് പറഞ്ഞ് കൊല്ലുന്ന അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ തന്നെ എൻ്റെ മോനെ കൊത്തും എന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങനെ ചെയ്ത്. ഇവൻ മരിച്ചെന്നും പറഞ്ഞിട്ട് അമ്മയുടെ അടുത്തൊന്നും ഷെയർ ചെയ്തിട്ടില്ലല്ലോ അച്ഛൻ.
ബാബു വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഇതന്നെ കാര്യം, വേറൊന്നുമില്ല. പുറത്തു പോകുന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. രഹസ്യങ്ങൾ പുറത്തു പോകുന്നത് കൊണ്ട് ചെയ്യുന്നതായില്ല, എന്തെങ്കിലും ചെയ്യും. അദ്ദേഹത്തിന് അറിയാവുന്ന രഹസ്യങ്ങളൊന്നും അമ്മയായിട്ട് പങ്കുവെച്ചിട്ടില്ല. പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് രാത്രിയിലെല്ലാം വരുന്ന സമയത്ത് പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് നേരം വെയിറ്റാ വരിക. വരുന്ന സമയത്ത് പിന്നെ വഴിക്ക് നല്ല ഇക്കൂട്ട് വളഞ്ഞിട്ട് പിടിക്കുകയെല്ലാം നിന്നിട്ട് ഇവരെ എല്ലാ കള്ളത്തരും അറിയാലോ. ഒരു വീട്ടിൽ പിന്നെ എന്തോ മധ്യസ്ഥം പറയാമെന്നും പറഞ്ഞിട്ട് ഇവരൊരു സ്ഥലം എടുത്തിനൂടെ. എന്നിട്ട് അപ്പോൾ അതിൻ്റെ ഇങ്ങപ്പുറം പൊന്നാൻ ബാസു സ്ഥലം എടുത്തിന്. ആ സ്ഥലത്തിൻ്റെ അവിടെ പിന്നെ വീടെടുക്കാൻ പറ്റൂല, ആ സ്ഥലം വേറൊരു പെണ്ണുങ്ങൾക്ക് കൊടുത്തിന്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇത് തീർക്കുക, അത് നമുക്ക് മാറ്റി കൊടുക്കുക, അങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു വീട്ടിൽ വിളിച്ചു പോലും. വിളിച്ചിട്ട് നോക്കുമ്പോൾ ആടെ കുറേ ഗുണ്ടകളിയാണ് കൊണ്ടാച്ച്. അപ്പോൾ ഇവർക്ക് എന്തോ കണ്ടിട്ട്, ഇവർക്ക് പരിചയമുള്ള ആൾക്കാരല്ലേ ഏകദേശം, അതുകൊണ്ട് പിന്നെ ആടുന്നപ്പാട് ഓടി രക്ഷപ്പെടുക. ഇത് മധ്യസ്ഥത്തിനൊന്നും നിന്നിട്ടില്ല. പലതവണയും അറ്റംപ്റ്റ് ചെയ്ത് രക്ഷപ്പെട്ട് പലതവണയും വട്ടോട്ട് നിന്നിട്ട് ഇങ്ങനെ കൂട്ടോട്ട് നിന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അപ്പാടി ഇരുന്നിട്ട് ആടുന്നോടി രക്ഷപ്പെട്ട് അങ്ങനെയെല്ലാം കുറെ കഴുത്തിലെല്ലാം പിടിച്ചു പൊട്ടിച്ച് കൊണ്ടുപോയി. അങ്ങനെയെല്ലാം കുറെ പ്രശ്നം. അല്ല, ഇത്രയും അടുത്തിരുന്ന ആൾക്കാർ രണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു കാരണം വേണമല്ലോ. ഇവര് തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനുള്ള വിശ്വാസം നഷ്ടപ്പെടുക, സ്വന്തമായിട്ട് പണിയെടുക്കുന്നതാണ്, കോണ്ടാക്ട് പണിയാണ്. കിണർ കുഴിക്കലും പിന്നെ വീടിന്റെ കുയ്യാട്ടയിടലും അങ്ങനെ ഗടങ്ങ് കെട്ടലും അങ്ങനെയെല്ലാം പോകുമ്പോൾ എല്ലാവരെയും പണിക്ക് കൂട്ടും. പണിക്ക് നമ്മളിപ്പോൾ പാർട്ടിക്കാർ മാത്രമൊന്നും എല്ലാവരും കൂടെ വരിക. അവർ വരുന്നത് കൊണ്ട് പിന്നെ ഇങ്ങനെ ഇത് അവർക്ക് വൈരാഗ്യം വന്ന് മറ്റു പാർട്ടിക്കാരും കൂട്ടുകാരെല്ലാം കൂടെ നടക്കുന്നത് കൊണ്ടുള്ള ചങ്ങായിത്തത്തിന്റെ പ്രശ്നം, വേറെ ഒന്നുമില്ല. അതിനാണ് രണ്ടുപേരും അതിനാണ് തമ്മിലുള്ള പ്രശ്നം. എന്നാലും അവര് പിരിവിനെല്ലാം ചോദിച്ചാൽ പിരിവും വാങ്ങലുണ്ട്, പൈസയും കൊടുക്കലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മോൻ്റെ അവസ്ഥ ഇതാണുള്ളത്. ഇല്ലാതെ കേസും ഇവർ ഉണ്ടാക്കിയ പിന്നെ എങ്ങനെയാണ് എന്തെന്നാണ് എന്നുള്ളതൊന്നും നമുക്ക് തിരിയുന്നില്ല. തീർന്ന കേസ് വരെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഈ കുട്ടീനെ ഇങ്ങനെ കുടുക്കിയിട്ടുള്ളത്. പിണറായി വിജയൻ തന്നെ ഇതിലെല്ലാത്തിലും ഉള്ള തലയിടുന്നത്. ഇപ്പൊ മോൻ എന്താ ജോലിക്ക് പോകുന്നുണ്ടോ? മോൻ ജോലിക്ക് പോകുന്നില്ല, ആപ്പേലി ജയിലിൽ കിടക്കുന്നതാണ്. ഒരു കൊല്ലത്തേനായി. ഓനങ്ങനെ തന്നെ എന്തെങ്കിലും ഈ ബിൽഡിങ്ങിന്റെ പണിയെടുപ്പിക്കുന്നതിനും ഒന്നെന്തെങ്കിലും ചെയ്താലേ ഞമ്മക്ക് എന്തെങ്കിലും കിട്ടുക. ഞമ്മക്കൊരു വയ്യൂല ഗതിയൂല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നമ്മളുള്ളത്. ഇപ്പം തന്നെ ഇനി തന്നെ എന്നായിരിക്കും അവസ്ഥ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. പീടിയ എന്തെല്ലാം സഹിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അറിയുക. ഒരു പീടിയൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടുകളെ അവഹേളനം കേൾക്കലേ ഉള്ളൂ. ഇവരിപ്പോൾ ആ കൂട്ടർ ഇതെല്ലാം ചെയ്യുന്ന കൂട്ടർ അവരെല്ലാം നല്ല അന്തസ്സിൽ നടക്കുന്നുണ്ട്. നമ്മളെ കുട്ടിയൊക്കെയല്ലേ എല്ലാം വരുന്നുള്ളൂ എന്നുള്ള ഒരു ധാരണയാണ് അവരെടുക്കുക. അതുകൊണ്ട് ഇങ്ങനെ പറയുക. നമുക്ക് ശരിക്കും കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ പേടിയായി തുടങ്ങിയോ? ശരിക്കും ഇവിടെ കണ്ണൂർ എന്ന് പറയുന്ന ആദ്യം പേടി തന്നെയാണ്, ഇപ്പം മാത്രമൊന്നുമല്ല. എൻ്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പിന്നെ പിണറായി വിജയൻ പറയുന്ന ഇവർ പാർട്ടിക്കാരെല്ലാം പറയുന്നതെന്നു പറഞ്ഞ സെക്രട്ടേറിയറ്റിൽ നമ്മൾ തന്നെയുള്ളു. അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടുന്ന തീരുമാനം നമ്മളെടുത്തോളൂ. പിണറായി വിജയൻ്റെ തന്നെയാണ് എല്ലാ കളിയും, വേറെ ആരും അല്ല. മക്കള് ബുക്കിലുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, മക്കൾ ബുക്കിലുണ്ട് എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്. ഈ മുഖ്യമന്ത്രി ആയ ശേഷം മുഖ്യമന്ത്രി ആകുന്നതിൻ്റെ മുന്നിൽ മുഖ്യമന്ത്രി ആയ ശേഷം അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ കാണാൻ പോയിട്ടില്ല. മുഖ്യമന്ത്രി ആയാലോ അല്ലേ ആയിട്ട് പോന്ന അന്നല്ലേ നമ്മളെ വീടെല്ലാം തച്ചു പൊളിച്ചു തന്നിന്. പിന്നെ എന്ത് കാണല് വന്നിന്? ഇപ്പൊ അദ്ദേഹത്തോട് പറയാനുള്ളത് എന്താ അമ്മയ്ക്ക്? അദ്ദേഹത്തോട് പറയാനില്ല, എൻ്റെ മോനെ ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന്, വേറൊന്നും എനിക്ക് പറയാനില്ല. എൻ്റെ മോനെ ഇങ്ങനെ നരകിപ്പിക്കറുന്ന്. നമുക്കും ജീവിക്കണം. ഓനും എൻ്റെ മോക്കും മാത്രം പൈസയും പൊന്നും പണവും ഉണ്ടാക്കിയ പോരെ, നമുക്കും വേണ്ടേ? ഇടവഴികളിൽ പോലും ചോര മണക്കുന്ന കണ്ണൂരിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിലെ വെണ്ടുട്ടായി ബാബുവിൻ്റെ വീട്ടിൽ നിന്നും ആ അമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. പിണറായി വിജയൻ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു പോലീസുകാരെ ഈ ഭാഗത്താണ് വിടുക. എന്തിനാണെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ വെറുതേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ കൂടി എന്ത് കേസ് ഒരു നായും കുറുക്കനും പൂച്ചയും പാഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ ഇവർ തലയിലായിരിക്കും ഉണ്ടാകുക. രണ്ടാളെ പേരിലില്ലാണ്ടിക്കൂല ഒരു കേസും. അങ്ങനെയാണ് കേസ് വരുന്നത്. ഒരു കേസ് ഇവർ പോയിട്ടും ചെയ്തിട്ടും ഒന്നുമല്ല, ഇവരുണ്ടാക്കുന്നതാണ് കേസ്. ഒന്നുമില്ലെങ്കിൽ അവർ പറഞ്ഞിട്ട് എന്തെങ്കിലും തോണ്ടി നോക്കൂ. എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് അമ്മമാരുടെ കണ്ണീര് നമുക്ക് കണ്ണൂരിൽ ഇവിടെ അവസാനിക്കുന്നതല്ല. ഈ 5.5 പതിറ്റാണ്ട് കൊണ്ട് ഏകദേശം 250-ലധികം മരണങ്ങളാണ് കണ്ണൂരിൽ മാത്രം നടന്നിട്ടുള്ളത്.
രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇതിൻ്റെ ചരിത്രം ഇവിടെ തീരുന്നതല്ല. നമ്മൾ അടുത്ത ആളുകളെയും കൂടെ നമ്മൾ കാണുന്നുണ്ട്.